കാറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവരാണ് ഇതിൻ്റെ ഭക്ഷണ ക്രമങ്ങളൊക്കെ തന്നെ വെക്കുന്നത്. ഏട്ടാ, ഇവിടെയുള്ളൊരു ഭക്ഷണക്രമം അതെങ്ങനെയാണെന്നുള്ളത്? ഇവിടെ ഞങ്ങൾ ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ മേലത്തൊരു കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ദിവസം 10,000 പേര് വന്നാലും അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സംവിധാനത്തിലാണ് ഞങ്ങൾ അവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആ കിച്ചണൊന്ന് പരിശോധിക്കുക. ഹൈജീനിക്കായിട്ട് ഞങ്ങളെ കാറ്റേഴ്സ്, ഞങ്ങളവിടെ നിൽക്കുന്നവരെല്ലാം ഓരോ കാറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ മുതലാളിമാരാണ്. ഞങ്ങൾ സ്റ്റാഫൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. ഞങ്ങളൊരു 30-ാം തീയതി ഞങ്ങളൊരു സമരമുഖത്തായിരുന്നു. ഞങ്ങളൊരു ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ 14 ജില്ലകളിലും, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും 13 ജില്ലകളിൽ കളക്ട്രേറ്റിന് മുന്നിലും ഞങ്ങൾ സമരം സംഘടിപ്പിച്ചു ധർണയായി. ആ ധർണയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കണ്ണൂർ ജില്ലയിലായിരുന്നു എൻ്റെ ചാർജ്. ഞാൻ കണ്ണൂർ ജില്ല ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാത്രിയിൽ 2 മണിക്ക് കണ്ണൂരെത്തുന്ന സമയത്താണ് ഇവിടുത്തെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ എന്നെ വിളിക്കുന്നത്. അത് സാറേ, നമുക്ക് ഇവിടെ സമരം നടത്താൻ കഴിയില്ല, ഈ ജില്ല ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വിഷയം? ഇങ്ങനെയാണ് വിഷയം. ഞങ്ങളപ്പോൾ 6 മണിക്ക് തന്നെ നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ സംസ്ഥാന ഭരണസമിതിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കൂടിയതിന് ശേഷം ഞങ്ങളെടുത്തൊരു തീരുമാനം, സമരം അങ്ങ് നമ്മുടെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ, ജീവിക്കാനായി ജനങ്ങൾക്കൊപ്പം ഞങ്ങളും എന്നൊരു മുദ്രാവാക്യം നിങ്ങൾക്കറിയാൻ പറ്റും, എല്ലാ ബാനറിലും അറിയാൻ പറ്റും. ജീവിക്കാനായി ജനങ്ങൾക്കൊപ്പം ഞങ്ങളെ മുദ്രാവാക്യം. ഞങ്ങൾ അവിടെ എല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നത് ഈ സമരമുഖത്തേക്കാണ്. ഞങ്ങൾ ഇവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റി ആദ്യമായി തന്നെ അവിടെ ഒരു ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് ഞങ്ങൾ താഴത്തൊരു ഹാൾ എടുത്തുകൊണ്ട്, കൽപ്പറ്റയിൽ ഒരു ഹാൾ ഞങ്ങൾ റെൻറ്റിനെടുത്തുകൊണ്ട് ഈ പാക്ക് ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ എത്തിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അത് പ്രായോഗികമല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സർക്കാർ സംവിധാനമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൂടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള സംവിധാനത്തിലൂടെ ഞങ്ങൾ എത്തിയത്. അതിൻ്റെ സഹായം നമ്മൾക്കിവിടെ നിന്ന് ലഭിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ സംവിധാനങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് വരുന്നത്, നമ്മുടെ രാവിലെ ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ ഈ കിച്ചൺ ഞങ്ങൾ ഓപ്പൺ ചെയ്യുക. 4 മണിക്ക് വന്നാൽ ഇവർക്ക് വേണ്ടി രാവിലെ വരുന്നത്, ഇവർക്ക് കോഫി, കട്ടൻ ചായ, ബ്ലാക്ക് ടീ, ഇതിൽ നമുക്ക് വിത്തൗട്ടുണ്ട്. അത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 14 ജില്ലകളിലും, ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു വലിയ കണ്ടെയ്നറിലാണ് ഞങ്ങൾ സാധനം മൊത്തം വന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട മേയറും കൂടെ അത് ഫ്ലാഗ് ഓഫ് ചെയ്താണ് അത് വിട്ടത്. ഇവിടെ ഞങ്ങൾ വന്ന ആ സാധനം നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളുടെ ആ ഒരു സ്റ്റോർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആ സാധനങ്ങൾ ഞങ്ങൾ ഒരു ദിവസം എക്സ്പയർ ആവുന്ന സാധനം 2 ദിവസത്തിന് മുന്നേ, ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ബ്രെഡൊക്കെ എന്ന് പറയുന്നത് പരിശോധിച്ച് അറിയാൻ പറ്റും. 8-ാം തീയതി വരെ നമുക്ക് ഡേറ്റുള്ള സാധനം അവിടെ വെച്ചിരിക്കുന്നത്. വളരെ വേദനയുള്ള ഒരു വാർത്തയാണ് പുറത്തുനിന്ന് വരുന്നത്. കാരണം ഇവിടെ നടക്കുന്നത് എന്താണ്, എൻ്റെ പ്രിയപ്പെട്ട പുറത്ത് നിൽക്കുന്നവർ എല്ലാവരും മനസ്സിലാക്കി. ഞങ്ങൾ 5-6 ദിവസം കൊണ്ട് ഞങ്ങൾ രാവും പകലും ഇങ്ങനെ ഉറക്കമില്ല അവിടെ നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് മോശത്തരമായ വാർത്തകൾ പറയുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിക്കുന്ന ഫുഡേ ഞങ്ങൾ പുറത്ത് കൊടുക്കത്തുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞങ്ങളുടെ കിച്ചണിൽ ഒരു നേരം വന്ന ഫുഡ് മിച്ചം വന്നാൽ അതിവിടെ ഈ പന്നി ഫാമിൽ നിന്ന് വന്ന് അവർക്കത് ഡിസ്പോസ് ചെയ്യുന്നത്. ഇതിൽ ആരുടെയും സഹായമില്ല. ഞങ്ങളുടെ കാറ്ററേഴ്സ് അസോസിയേഷൻ്റെ 14 ജില്ലകളിലെ 2600 വരുന്ന മെമ്പർമാരുടെ അവരുടെ അധ്വാനത്തിൽ നിന്നാണ് അവർ തരുന്നത്. ഇപ്പം തിരുവനന്തപുരത്തെ ലോഡ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു 3-4 ദിവസം ഫുഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സാധനം സ്റ്റോക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇനി ഓരോ ജില്ലകളിലും ഞങ്ങൾ അതാത് ജില്ലാ ഓഫീസുകളിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ, ഈ സാധനങ്ങളിൽ ഡേറ്റ് നിർബന്ധമാണ്. ഒരു സാധനം എക്സ്പയറി സാധനം നമ്മൾ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ വേദന. കാരണം ഞങ്ങളിവിടെ നിൽക്കുന്നവരാണ്. ഈ എൻ്റെ മീഡിയയിൽ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളിവിടെ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ എക്സ്പയറി സാധനങ്ങളോ വൃത്തിയില്ലാത്ത സാധനം അറിയില്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളൊരു പെർമിഷൻ നിങ്ങൾക്ക് മേലോട്ടില്ല എന്ന് പറയുന്നു. നിങ്ങളൊരു പെർമിഷൻ എടുത്തുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ വരേണ്ടത് ഞങ്ങളുടെ കിച്ചണിലും ഞങ്ങളുടെ സ്റ്റോറും പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഹൈജീനിക്കായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ വേദനയുണ്ട്. ഇതൊന്നും നമ്മുടെ ഒരു ശരിയായ വാർത്തയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിവിടെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് സത്യത്തിനോടൊപ്പം ശരിയുടെ കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.